ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസാണ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. നമുക്ക് ലൈനർ നല്ല ലൈനറാണ്, കമ്പനി ലൈനർ കിടക്കണം കേട്ടോ. ഒറിജിനൽ ലൈനറാണ് ഹോണ്ടയുടെ. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ മാറ്റണമെന്നില്ല. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് കൂടുതലായിട്ട് പൊടിയുടെ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി കളയാം. അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ഒരുവിധം അഴുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സർവീസിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. പിന്നെ ക്ലച്ചായാലും ക്ലച്ചിൻ്റെ ഭാഗം CVT ക്ലച്ചാണ്. നമുക്കത് അഴിച്ച് ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രീസിങ് നടത്തേണ്ടത് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. എൻ്റെ വേരിയേറ്റർ ബോഡിയുടെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ റോളർ ബുഷുകൾക്കൊക്കെ തേയ്മാനം, ഒരു സൈഡ് തിരിഞ്ഞുള്ള തേയ്മാനമൊക്കെ ഉണ്ട്. തൽക്കാലം വേറെ പ്രോബ്ലമൊന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തിട്ടാൽ മതി. പോസ്റ്റ് ഡ്രൈവും വേരിയേറ്റർ ബോഡിയായിട്ടൊന്നും വേറെ കംപ്ലൈൻറ്റ്, തേയ്മാനം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. ഇത് അതിൻ്റെ പിനിയൻ സ്റ്റാർട്ടറാണ്. സെൽഫ് മോട്ടറും എഞ്ചിനുമായിട്ട് കണക്ഷൻ വന്ന ഒരു യൂണിറ്റാണ്. ബെൻഡെക്സ് എന്ന് പറയും. അതിൻ്റെ വർക്കിംഗ് അത്ര പെർഫെക്റ്റ് അല്ല. ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അങ്ങനെ പതുക്കെ ഇറങ്ങി പോകാനൊക്കെ ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് WD-40 കൊടുത്തൊന്ന് ലൂബ്രിക്കേഷനൊക്കെ ചെയ്ത് കയറ്റിയിടാം. പരമാവധി നമുക്ക് സെൽഫിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കഴിച്ച് മാറ്റിയാൽ മതി. പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും നമുക്കൊന്ന് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് അത് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം വെച്ചാൽ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ അത് മാറ്റിയിടണമായിരിക്കും സേഫ് കേട്ടോ. കാരണം വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം ചിലപ്പോൾ അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട, അത് മാറ്റിയിടണമായിരിക്കും ബെറ്റർ. കാരണം വെച്ചാൽ അതിൻ്റെ ഇടയിലെങ്ങാനും ഈ റബ്ബർ ടൈപ്പ് ബെൽറ്റാണ്. എപ്പോഴാണ് നമുക്കൊരു പണിമുടക്ക് ഉണ്ടാക്കണമെന്ന് അറിയാൻ പറ്റില്ല. നോർമൽ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി ഡീപ്പായിട്ടുള്ള പൊട്ടലുണ്ട്. അപ്പോൾ അത് മാറ്റിയിടണമാണ് എപ്പോഴും സേഫ് കേട്ടോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെയാലും ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിള്, അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് ത്രൂ ഓപ്പറേറ്റിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ആക്സിലേറ്റർ കേബിള് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ തീരെ മോശമെന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ചെറിയൊരു ടൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു നനവുണ്ട്. കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. കാരണം ഇത് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ചെറിയൊരു ഓയിൽ മയം ഉണ്ടാവും എപ്പോഴും. തൽക്കാലം അതങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് കഴിച്ച് മാറ്റിയാൽ മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലെ ബുഷുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം. അത് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അതിൻ്റെ ബുഷും മാറ്റിയിടണം. ഈ കുഷ്യൻ അസംബ്ലിയുടെ ബുഷും, ആ ഗ്രീൻ ബുഷ് എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോട്ടിലെ ആ ഷെയ്ക്കൊക്കെ ഡയറക്റ്റ് എടുക്കുന്നത് ആ ബുഷാണ്. അപ്പോൾ അതും ചേഞ്ച് ചെയ്ത് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ടയർ ചേഞ്ച് ചെയ്യാനായിട്ട്. ടയർ നമുക്ക് ബാക്കിലത്തെ ടയറാണ് തീർന്നേക്കുന്നത്. പക്ഷേ നമുക്ക് പുതിയ ടയർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഇടാം. ഫ്രണ്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടയർ ബാക്കിലേക്ക് റൊട്ടേഷൻ ചെയ്തിടാം. അപ്പോൾ നമുക്ക് മാക്സിമം അത് ഉപയോഗിക്കാനായിട്ട് കിട്ടും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ലൈനറിൻ്റെ കേസ് ഏകദേശം നമുക്കൊരു അരമുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ സർവീസും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. കൂടുതലായിട്ട് പ്രോബ്ലം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്കത് മാറ്റിയിടേണ്ടി വന്നേക്കും കേട്ടോ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2021 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററി 12 വോൾട്ടും 4 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് 2021 മോഡൽ എന്ന് പറയുമ്പോൾ ഏകദേശം 3 വർഷം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് വരുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.80 കാണിക്കുന്നുണ്ട്. വോൾട്ട് കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള വോൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. എങ്കിൽ കൂടി സെൽഫൊക്കെ വർക്ക് ചെയ്യണമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. കൂടുതലായിട്ട് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് അഴിച്ച് ബാറ്ററി മാറ്റിയിടേണ്ടതായിട്ട് വരും. ഇപ്പം മാറ്റണമെന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ചിലപ്പോൾ കുറച്ചും കൂടി ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. ചിലപ്പോൾ പെട്ടെന്ന് വരാം. ചെക്കിങ്ങിൽ ഇപ്പോൾ നമുക്ക് കാണിക്കുന്ന വാല്യൂഷൻ ഇപ്പോൾ പറയുന്നത് ഓൾറെഡി ഡാമേജാണ്. അപ്പോൾ അത് ഉപയോഗിക്കുക, നോക്കിയിട്ട് അതനുസരിച്ച് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്കൊന്ന് അഴിച്ച് മാറ്റിയിടാം. പിന്നെ നമ്മളതിൻ്റെ ഹെഡ്ലൈറ്റ് സ്വിച്ച് ഐറ്റംസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് വർക്കിംഗ് അല്ല. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഹെഡ്ലൈറ്റ് ബൾബ് ഷോർട്ടായി പോയതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ട് ഹെഡ്ലൈറ്റ് ഇടുമ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് ഓഫായി പോയി മിസ്സിങ് കാണിച്ച് ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട്. അത് ബൾബ് ഷോർട്ടായേക്കാണ്. അപ്പോൾ ബൾബ് ഷോർട്ടിങ് വന്ന സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന റെക്ടിഫയറിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഒരെണ്ണം വെച്ച് ചെക്ക് ചെയ്ത് രണ്ടാമത് പുതിയ ബൾബ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇലക്ട്രോണിക് യൂണിറ്റാണ്. ഒരു പക്ഷേ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് കേട്ടോ. അങ്ങനെ കാരണം ഒരു പ്രാവശ്യം കാണിച്ചു, പിന്നെ നമ്മൾ അയച്ച് വേറെ ഒരെണ്ണം ചേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടാമത് റീസെറ്റ് ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നമില്ല. ഹെഡ്ലൈറ്റിൻ്റെ ബൾബും ആ സ്വിച്ചും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. പക്ഷേ അങ്ങനെ ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് കാണിച്ച സ്ഥിതിക്ക് നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ വന്നേക്കാം കേട്ടോ. കാരണം അതിൻ്റെ പ്രോബ്ലം റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റ് കൂടി നമുക്ക് ഒരു പക്ഷേ ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കും. അതിപ്പോൾ മാറ്റണ്ട, കാരണം അതിപ്പോൾ നിലവിൽ പ്രശ്നങ്ങളോ കാണിച്ച പ്രോബ്ലം അതും സോൾവ് ആയിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആയതുകൊണ്ടാണ് നമുക്ക് മുൻകൂട്ടി ഇത്ര ഓട് തന്നെ ഇന്ന സമയത്ത് കാണിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇപ്പം നമുക്ക് നിലവിൽ ഈ ബൾബ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം, അതേപോലെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ സ്വിച്ച് ഒന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായില്ല, നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് വരുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇൻഫോം ചെയ്തതാണ്. എന്തായാലും നമുക്കത് ഹെഡ്ലൈറ്റ് ബൾബൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളൂ. പിന്നെ അതിപ്പോൾ റെഡി ആക്കിയില്ല എന്നിട്ടുണ്ടെങ്കിൽ പിന്നീടായാലും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ് കിടക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്. ഒടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. എൻജിൻ ഓയിൽ നമ്മൾ നോക്കി, നിലവിൽ നല്ല ഓയിലാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ കിലോമീറ്റർ 3000 ആയിട്ടുണ്ട്. 3000 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് എൻജിൻ ഓയിൽ മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാഴ്ചയിൽ നമുക്ക് അത്രയാണ് തോന്നണില്ല. 100% നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ കളർ നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഇത് നല്ല ഫ്രഷായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ കേബിൾ പോയേക്കണതാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ ഞാനതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതായത് ബെൽറ്റ്, അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബുഷുകൾ, ടയറ്, അതായത് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ, ഹെഡ്ലൈറ്റ് ബൾബും അതിൻ്റെ സ്വിച്ചും സെക്കൻഡറി ഫിൽറ്റർ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.